അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞങ്ങൾ സിദ്ദീഖ് വണ്ടൂരാണ്. ഇന്ന് 1 കിലോ ചിക്കൻ കൊണ്ട് തലശ്ശേരി മോഡൽ ഒരു ദം ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വലിയ മസാലകളും ഇതൊന്നും അധികമല്ല. എന്നാ വരി. ഇനി ഗ്യാസുമ്മൽ പാൻ വെച്ചൊരു ചട്ടി വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ ചൂടായിട്ട് കട്ട് ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊരു ഇത് വറുത്തെടുക്കാനാട്ടോ. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എന്ത് ചെയ്യുക, പരന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. കൂട്ടിയിടരുത്. ഉള്ളി വറുത്തെടുക്കുന്ന ഉള്ളി കൂട്ടിയിടരുത്, ഒന്ന് പരത്തിയിടണം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ എന്ത് ചെയ്യുക, കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതതിൽ നിന്ന് മാറ്റിയെടുക്കുക. ഒരു ചുവന്ന കളറായി വരുമ്പോൾ മാറ്റിയെടുക്കുക, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് മുന്തിരി വറുത്തെടുക്കുക. മുന്തിരി കേകിക്കളും ഉണ്ട് കേട്ടോ. മുന്തിരി കേകിയിട്ട് വേണം അതിലോട്ടിടാൻ. എന്നിട്ട് ആ ഉള്ളിയിലോട്ട് തന്നെ മാറ്റിയിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് ദമ്മിടാൻ പറ്റിയൊരു പാത്രം വെച്ചിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഞാനൊരു 3 ഉള്ളി എടുത്തിട്ടുള്ളത്. ഒരു ചിക്കനല്ല, 1 കിലോ ചിക്കനല്ലേ. അതിലോട്ടിട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരുമിച്ച് അരച്ചതാട്ടോ, ഇത് ഒഴിച്ചു കൊടുക്കുക. അതും തന്നെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിലോട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. മസാല അധികം ഒന്നും, മുളകും പൊടി ഇതൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല അതിട്ട് കൊടുത്തൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. കേഴി വെച്ച് മാറ്റി വെച്ച കഷ്ണം വെട്ടി മാറ്റി വെച്ച ആ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു വെള്ള കളറാവുമോളം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് വെച്ച് കൊടുക്കുക അതിലോട്ട്. അതും തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോഴാണ് തക്കാളി ഇടേണ്ടത്, അല്ലെങ്കിൽ വേവില്ല കേട്ടോ. ഇപ്പം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയില, പുതിന ഇതിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. അതും തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളില്ലേ, അതൊരു സൈഡിൽ നിന്നൊരു പിടി വാരിയിട്ട് നല്ലോണം പൊടിച്ചിട്ട്, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ലോണം പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് നല്ലോണം മിക്സാക്കുക. നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറുണ്ടാക്കുക. അതിലോട്ടുള്ള ചോറ് നെയ്ച്ചോറാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. നെയ്ച്ചോറാക്കിയാണ്ട് ദമ്മിട്ടാൽ ഇതിലും ടേസ്റ്റ് കിട്ടും. വെള്ളം വെച്ച് അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ഏല, പട്ട, ഗ്രാമ്പു അതിട്ട് കൊടുക്കുക. അത് തിളച്ച് കഴിഞ്ഞിട്ട് അരിയിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അത് പാകമായിക്കണമെന്ന് നോക്കുക. എന്നിട്ട് ഒരു 80% വേവ് വരാൻ പാടുള്ളൂ. ഇപ്പം ഏകദേശം 80% വേവായിട്ടുണ്ട്. ഇത് ഞാൻ ഊറ്റി മാറ്റി വെക്കുകയാണ്. ഇനി ദമ്മിടുകയാണ്. അപ്പോൾ ഇതുപോലൊരു ഇരുമ്പിൻ്റെ കഷ്ണം ഗ്യാസുമ്മലാണെങ്കിൽ നിർബന്ധമായിട്ടും വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചട്ടിയോ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പകുതി ചോറിട്ട് കൊടുക്കും. അതൊന്ന് പരത്തി മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിൽ. ബിരിയാണി മസാല അതൊന്നും വേണ്ട കേട്ടോ, ഗരം മസാല മതി. പിന്നെ ബാലൻസുള്ള ചോറും കൂടി ഇട്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഗരം മസാല അതൊക്കെ ഒഴിച്ചു കൊടുക്കും. ബാലൻസുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലോട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിട്ട് മിക്സാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല ദമ്മിൽ അടച്ചു വെക്കുക. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ദമ്മാക്കിയിട്ട്
അടച്ചു വെക്കുക. നല്ല ടേസ്റ്റായിരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഓക്കെ.